പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു പുതിയ പ്രഭാതം, ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ പുലരി കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്മകൾക്കും ദൈവത്തിൻ്റെ ദാനങ്ങൾക്കുമായി കർത്താവിനോട് നന്ദി കരയറ്റിക്കൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുവാൻ ആധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം അതിൻ്റെ 12 വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. ഐസിയ ചാപ്റ്റർ 58 വേഴ്സ് 12. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പൊക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്ത് ആക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. വളരെ പരിചിതമായ ഒരു വാക്കാണ്. ഒത്തിരി മെസ്സേജുകളൊക്കെ കേട്ടിട്ടുള്ള വാക്കാണ്. അപ്പം തന്നെ ഒരു റെസ്റ്റോറേഷൻ്റെ വാക്കാണ്. റെസ്റ്റോറേഷൻ്റെ ഒരു പുനഃസ്ഥാപനത്തിൻ്റെ വാക്കാണിത്. തകർന്നതിനെ പണിയുന്ന ദൈവം. ഇന്ന് ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയത്തിനകത്ത് ആ വാക്ക് വരട്ടെ. തകർന്നതിനെ പണിയുന്ന ദൈവം. തകർന്നതിനെ പണിയുന്ന ദൈവം. തകർന്നതിനെ പുതുക്കി പണിയുന്ന ദൈവം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഒന്നാമത്തെ വാക്ക് പറയുക, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. അപ്പൊ ഈ ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം എന്ന് പേര് പറഞ്ഞ ദൈവത്തിന്റെ ജനം ദൈവത്തിൽ നിന്ന് മാറി, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയി. ദൈവസന്നിധാനത്തിൽ നിന്ന് മാറിപ്പോകുമ്പം ദൈവം തമ്പുരാൻ ദൈവജനത്തെ തള്ളിക്കളഞ്ഞു ഒരു ചെറിയ സമയത്തേക്ക്. എന്നാൽ യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ തന്നെ അല്പനേരത്തേക്ക് ഇതിനെ തള്ളിക്കളഞ്ഞ് സദാകാലത്തേക്കും ചേർത്തുകൊള്ളുവാൻ മടങ്ങി വന്ന വേദനയോടെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് മടങ്ങി വന്ന ദൈവജനത്തെ ദൈവം ചേർക്കുകയും തന്നോട് ചേർക്കുകയും അവരെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തം നിവർത്തിക്കാൻ തക്കവണ്ണം വീണ്ടും അവർക്ക് വാഗ്ദത്തത്തെ പുതുക്കി നൽകുകയും ചെയ്തു. അങ്ങനെ ദൈവസന്നിധിയിൽ ചേർന്ന് വന്ന ആ ജനത്തിന് ദൈവം കൊടുക്കുന്ന ഉറപ്പുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. ഒന്ന്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഒരു 3 വാക്കേ ഉള്ളെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് മീനിങ് ഉള്ള 3 യഥാസ്ഥാന വാക്കുകളാണ് പറയുന്നത്. ഒന്ന്, നിന്റെ സന്തതി പിതൃശൂന്യങ്ങളെ പണിയും. ഇതൊരു ഭയങ്കര വാഗ്ദത്തമാണ്. കാരണം പിതാക്കന്മാരാൽ ശൂന്യമാക്കപ്പെട്ട വീടുകൾ, സ്ഥലങ്ങൾ. ഈ വചന ഹൃദയത്തിനകത്തേക്കൊന്ന് പതിയട്ടെ. പിതാക്കന്മാരാൽ, അവരുടെ പാപനിമിത്തമായി ഇസ്രായേൽ ജനത്തോട് പറയുന്നത്, അവരുടെ പാപനിമിത്തമായി പിതാക്കന്മാരാൽ ശൂന്യമാക്കപ്പെട്ട രാജ്യം, ശൂന്യമാക്കപ്പെട്ട അവരുടെ ദേവാലയം, ശൂന്യമാക്കപ്പെട്ട അവരുടെ സ്ഥലങ്ങൾ, അവരുടെ വീടുകൾ, അവരുടെ രാജ്യം, അത് യഥാസ്ഥാനത്താക്കും. അതുകൊണ്ട് നിന്റെ പേര് പുരാതന ശൂന്യങ്ങളെ പണിയുന്നവൻ എന്നാകും. ഇത് ഇന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ കാലമാത്ര പ്രസക്തമായ, കാലിക പ്രസക്തമായ ഒരു വാക്ക് അതിനോട് കൂട്ടിച്ചേർക്കാനായിട്ട് അതേ താല്പര്യപ്പെടുക. ആ വാക്ക് പറയുന്നത് എന്താണെന്നറിയോ? ആ വചനം പറയുന്നത് ഇങ്ങനെയാ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞെ നിന്നോട് പറയുന്ന വാക്ക നിന്റെ സന്തതി. അവരെ കുറിച്ച് എന്തൊക്കെ വാക്കുകളോ ഏതൊക്കെ തകർച്ചയിലോ ഏതൊക്കെ സാഹചര്യത്തിലോ ആണ് ഇന്നെങ്കിലും ഈ വചനം കേൾക്കാൻ ഇടയാകുമ്പോൾ ദൈവസന്നിധിയോടടുത്ത് അനുദപിച്ച് ദൈവസന്നിധി മുട്ടുമടക്കുന്ന നിന്റെ പേര് പറയുക, നിന്നെ അല്ലെങ്കിൽ നിന്റെ തലമുറയെ, നിന്റെ ആ ബന്ധപ്പെട്ടവരെ ആ ഒരു പേര് മാറ്റുക. നിന്റെ പേര് പുരാതന ശൂന്യങ്ങളെ പണിയും. തകർന്നുപോയ പിതാക്കന്മാരുടെ പുരാതന ശൂന്യമായി പോയ സ്ഥലങ്ങളെ അതിനെ പണിയുന്നവൻ. 2, തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. ഇതുവരെ തലമുറയായി അടിസ്ഥാനം കെട്ടുവാൻ നിനക്ക് കഴിഞ്ഞില്ല. അടിസ്ഥാനങ്ങളെങ്കിൽ തകർന്ന ഒരു പരിധിയില്ലാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോകും. ഒരു പുതുക്കത്തിലേക്ക് വരിക. നീ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പോക്കും. ഇനി അത് ശൂന്യമായി കിടക്കത്തില്ല. ഇനി ഇത് പണിയാതെ കിടക്കത്തില്ല. ഇനി ഇതില്ലാതെ വരത്തില്ല. ഇത് പണിയാനിടയാകും. തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോകും. 3, കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്കൊരു പേർ പറയും. ഇത് ചിന്താതീതമായ, നമ്മുടെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്ന, ഒരു ത്രില്ലിലേക്ക് വരുന്ന ഒരു വാക്കാണ് ഈ പറയുന്നത്.
പറയുന്ന വാക്കെന്നറിയോ? നിന്റെ പേര് കേട് തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും. ഇത് പറയുമ്പോൾ ഇതിനകത്തല്ല ഇതിന്റെ കാര്യം. വർഷങ്ങളായി, നാളുകളായി അതേ കേടുവന്ന് ഇനി ഇതൊന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ് ചതഞ്ഞ ഓട പോലെ എടുത്തെറിഞ്ഞ, ഇനി ഇതൊക്കത്തില്ലെന്ന് പറഞ്ഞ് എടുത്തു കളഞ്ഞിരുന്ന ഇടത്ത്, തകർത്തു കളഞ്ഞ അവിടെയാണ് കേട് തീർക്കുന്നവനെന്നും. ഹല്ലേലൂയ. ആ കേടായിപ്പോയി, ഇനി കളയില്ല, ഇത് എടുത്തു കളയാനേ ഉള്ളൂ എന്ന് പറഞ്ഞിടത്ത് ആ കേടിനെ കേടിനെ തീർക്കുന്ന ഒരുവൻ, ഇവൻ കേടായിപ്പോയതാ, അതിനെ പുതുക്കി പണിതവനെന്ന്, കേട് തീർക്കുന്നവനെന്നും. രണ്ടാമതൊരു പാത പറയുന്നത് കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നത്. ചില വഴികൾ കണ്ടിട്ടില്ലേ? ചില ഭൂമി കുലുക്കം വരുമ്പോ, വെള്ളപ്പൊക്കം വരുമ്പോ, ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല വഴികളും പല പാലങ്ങളും ഒക്കെ ഒഴുകിപ്പോയി. അങ്ങനെ പാലങ്ങളും വഴികളും ഒഴുകിപ്പോയ ആ ഗതാഗതം തടസ്സപ്പെട്ടു, ആ യാത്ര തടസ്സപ്പെട്ടു. പിന്നെ അതുവഴി പോകാൻ പറ്റത്തില്ല. പിന്നെ ആ വഴിക്കോ അങ്ങനെയോ നമുക്ക് പോകാനേ സാധിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ വാക്കെന്നറിയോ? ആ പാതകൾ, തകർന്നു പോയ പാതകൾ, വർഷങ്ങളായി തകർന്നു പോയ, ഇല്ലാതായി പോയ പാതകൾ, അത് യഥാസ്ഥാനത്താക്കുന്നവൻ എന്ന് നിനക്ക് ഒരു പേര് വരും. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കേട് തീർക്കുന്നവനെന്നും പാത യഥാസ്ഥാനത്താക്കുന്നവൻ എന്നും പറയുമ്പോൾ 105-ാം സങ്കീർത്തനത്തിന്റെ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. വചനം കൊണ്ട് പാതകളെ നേരെയാക്കുവാൻ, വചനം കൊണ്ട് പാതകളെ ശരിയായി കൊണ്ടുവരുവാൻ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന ഒരു ഭാഗ്യവാൻ. വചനം കൊണ്ട് പ്രമാണത്തെ നേരെയാക്കി ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ജനത്തെ മുഴുവൻ മടക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ കർത്താവ് പറയുന്നത്. അത് നീയാകും. ഈ തലമുറയിൽ നീയാകട്ടെ കർത്താവിലേക്ക് മടക്കി കൊണ്ടുവരുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെ മടക്കി കൊണ്ടുവരുമ്പോൾ, അങ്ങനെ ദൈവസന്നിധിയിലേക്ക് നീ മടക്കി കൊണ്ടുവരുമ്പോൾ നിന്റെ പേര് പറയുന്നതാണ് കേട് തീർക്കുന്നവനെന്നും. പിന്നെ അടുത്ത വാക്കായി യഥാസ്ഥാനത്താക്കുന്നവനെന്നും, ഒരു റെസ്റ്റോറേഷനിലേക്ക് കൊണ്ടുവരുന്നവനെന്ന് നിന്റെ പേര് പറയും. ഒരു തകർന്ന് കിടക്കുന്നിടത്തെ, ആദ്യം തൊട്ടൊന്ന് ചിന്തിച്ചേ, തകർന്ന് കിടക്കുന്നിടത്തെ പുരാതന ശൂന്യങ്ങളെ പണിയുന്നവൻ, പിതൃ പാരമ്പര്യത്തെ, അത് തകർന്നു പോയതിനെ ഒന്ന് എടുത്തുയർത്തുന്നവൻ, അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കുന്നവൻ, നാളുകളായി അടിസ്ഥാനങ്ങൾ പണിയാൻ പറ്റാതെ കിടന്ന അടിസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കുന്നവൻ, കേട് തീർക്കുന്നവനെന്നും, അതേ കുടിയിരിപ്പാൻ തക്കോണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേര് വരും. ഹല്ലേലൂയ. ആ പേര് വരും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ പേര് അങ്ങനെ ആകട്ടെ. കേട് തീർക്കുന്നവൻ, യഥാസ്ഥാനത്താക്കുന്നവൻ. കുഞ്ഞെ, ഇവിടെ മാത്രമല്ല, ഈ പേര് തീർക്കുമ്പം യഥാസ്ഥാനത്താക്കുക എന്ന് പറയുമ്പോൾ ഒരു അർത്ഥമുണ്ട്. റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പം അതൊരു പെർമനന്റ് റെസ്റ്റോറേഷൻ, നിത്യതയിൽ മരണാനന്തര സ്വർഗത്തിൽ എത്തുന്നതുവരെ ആ റെസ്റ്റോറേഷനിലേക്ക് നടത്തുന്ന ഒരുവളായി കർത്താവ് നിന്നെ മാറ്റുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആ വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. കേട് തീർക്കുന്നവനെന്നും യഥാസ്ഥാനത്താക്കുന്നവനെന്നും ഈ പേര് അവർക്ക് അവകാശമാക്കുന്നതിനായി നന്ദി പറയുന്നു. തലമുറയായി കിടന്ന അടിസ്ഥാനങ്ങളെ, അതിനെ കെട്ടിപ്പൊക്കുവാൻ, അതിനെ പണിയത്തില്ല എന്ന് പറഞ്ഞതിനെ കെട്ടിപ്പൊക്കുവാൻ, അപ്പൊ തന്നെ പുരാതന ശൂന്യങ്ങളെ പണിയുവാൻ ദൈവം തമ്പുരാൻ ജനത്തിനിടയാക്കുന്നതിനായി നന്ദി. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തലമുറയിൽ അനേകരെ നിത്യരാജ്യത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ആ വഴി ക്രമീകരിക്കുവാൻ സ്വർഗമിടയാക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നാം മറക്കപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.